അപ്പം ഞാനാണെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്കെൻ്റെ ലൈഫിലിങ്ങനെ ഒരാൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം എനിക്ക് വേണ്ടി ഉണ്ടാക്കി എനിക്ക് വേണ്ടി സെർവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വിളമ്പി തരുന്നതൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ചെറുപ്പത്തിലൊന്നും അത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഭക്ഷണം വിളമ്പി തന്ന് കഴിക്കുന്നൊക്കെ സ്നേഹത്തോടെ പറയാൻ അങ്ങനെ ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും. എന്നാൽ പോലും ഇപ്പോൾ എന്താ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായെന്നു വെച്ചാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പം എനിക്കിങ്ങനെ ജർമ്മൻ ട്രെയിനറായിട്ട് ഞാൻ കുറച്ച് നാൾ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാഴ്ച ഞാൻ എറണാകുളം അവരുടെ തന്നെ കമ്പനിയിൽ ഒരാഴ്ച എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്തായായിട്ട് വരും, എൻ്റെ ഉപ്പാടെ ചേടത്തിയുടെ മോള് എൻ്റെ ഇത്ത തന്നെയാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാനങ്ങനെ വിളിക്കലും ഞാൻ സംസാരിക്കലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്താടെ വീട്ടിൽ നിന്നിട്ട് പോയ ഒരാഴ്ച കേട്ടോ. അപ്പോൾ ആ ഒരാഴ്ച ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോവും. 7 മണിക്ക് എന്തോ അവിടെ നിന്ന് പോകണം, എന്നാലാണ് 9 മണിയാകുമ്പോൾ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ 6:30 എഴുന്നേറ്റിട്ട് ഞാൻ പല്ലൊക്കെ തേച്ച് നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത്ത എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി എല്ലാം ടേബിളിൽ ഇങ്ങനെ റെഡിയാക്കി തരും. എന്നിട്ട് ഇത്ത ഇനിയും ചായ വേണോ, അങ്ങനെ എൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കണം, നിനക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു, പപ്പും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ചിക്കൻ കറി ഇനി വേണോ, ചിക്കൻ കറി എന്താ ഇഷ്ടമായോ, അങ്ങനെയൊക്കെ ചോദിക്കും. വൈകുന്നേരം വരുമ്പോൾ നിനക്ക് എന്താ ഉണ്ടാക്കി വെക്കണ്ടേന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഇത്താക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി വെച്ചതെന്ന് പറയും കേട്ടോ. ചില വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇത്ത ഇങ്ങനെ ഒരു ദിവസം എനിക്ക് സർബത്തൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ടേസ്റ്റിനെ കൂടുതൽ തന്നെ സ്നേഹത്തോടു കൂടി എന്ത് വിളമ്പിയാലും ഭയങ്കര ടേസ്റ്റാണ് തന്നെ. പുള്ളിക്കാരി ഓൾറെഡി ഒരു നല്ല കുക്കാണ്. അപ്പോൾ അത് ഞാൻ ഒരാഴ്ച ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പം എനിക്ക് ശരിക്കും അത് മിസ് ചെയ്തു. ഞാൻ ബസ്സിലിരുന്ന് ആലുവ എത്താടെ വീട്. അപ്പോൾ ആലുവയിൽ നിന്ന് മൂവാറ്റുപുഴ വരെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇങ്ങനെ ഭയങ്കര ഒരു മിസ്സിങ്ങും, പിന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ ഇത്ത, എനിക്കെന്തോ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടൊരു മിസ് ചെയ്യുന്ന പോലെയോ. പിന്നെ അന്ന് ഭയങ്കര സന്തോഷവും തോന്നി എനിക്ക്. ചിലപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, സൈക്കോളജിയിലെ ലവ് ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അതായിരിക്കാം. എനിക്കത് ഭയങ്കരമായിട്ട് അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് ഇങ്ങനെ കിടക്കുക.